ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ +1, +2 അല്ലെങ്കിൽ SLC പബ്ലിക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി പബ്ലിക് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ അവസാന നിമിഷങ്ങളിൽ പഠിച്ചുകൊണ്ട് നല്ല മാർക്ക്, അതായത് ഫുൾ A+ തന്നെ വാങ്ങിച്ച ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ഈ ദിവസങ്ങൾ, അതായത് ഇനി എത്ര ദിവസങ്ങളുണ്ടോ അത്രയും ദിവസങ്ങൾ നിങ്ങൾ നന്നായി യൂട്ടിലൈസ് ചെയ്യുക. +1 കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർച്ച് 6-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും. +2 കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർച്ച് 3-ാം തീയതി. അപ്പോൾ നമുക്ക് മാർച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ ഫെബ്രുവരിയിലെ 28 ദിവസവും അതുപോലെ തന്നെ ജനുവരിയിലെ 3 ദിവസവും ആകെ 31 ദിവസമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത്. ഈ 31 ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ആദ്യം തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി അതവിടെ വെച്ചാൽ മാത്രം മതിയോ? പോരാ. ആ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പഠിക്കുകയും കൂടി വേണം. എങ്ങനെ പഠിക്കണം? നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കണോ അതോ ഹാർഡ് വർക്ക് ചെയ്യണോ? ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാസം കംപ്ലീറ്റ് ഹാർഡ് വർക്ക് ചെയ്ത് അടുത്ത മാസം മാർച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ടയേർഡായി പോകും. പിന്നെ എക്സാം നന്നായിട്ട് എഴുതാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം? സ്മാർട്ടായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. കുറച്ചൊക്കെ സ്മാർട്ട് വർക്ക് ചെയ്താലേ നമുക്ക് നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് മേടിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആകെ നമ്മുടെ കയ്യിൽ എത്ര ദിവസമുണ്ട് നോക്കുക. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് 31 ദിവസം മാത്രമാണ്. +1 +2 ആകെയുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് 6 സബ്ജക്റ്റുകളാണ്. ലാംഗ്വേജസും ഫിസിക്സ് കെമിസ്ട്രി എല്ലാം അടക്കം നമുക്ക് 6 സബ്ജക്റ്റുകളാണ് എഴുതിയെടുക്കേണ്ടത്. അപ്പോൾ ഈ 6 സബ്ജക്റ്റിൽ നമുക്ക് ഏതാണോ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് അതിന് കൂടുതൽ സമയം കണ്ടെത്തുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് ഫിസിക്സിന് കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ ഫിസിക്സിന് ഒരു 6 ദിവസം എന്ന് വിചാരിക്കുക. നേരെ മറിച്ച് ഇംഗ്ലീഷിനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് അത്യാവശ്യം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എഴുതാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിന് കുറച്ച് ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്താൽ മതി. ഇതേ രീതിയിൽ ആദ്യം എത്ര ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുക. അതിനുശേഷം ഓരോ സബ്ജക്റ്റും എടുക്കുക. ഇപ്പോൾ മാത്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് മാത്സിൽ എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടെന്ന് നോക്കുക. അതിൽ നിന്ന് ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാണെന്ന് നോക്കുക. നമ്മൾ ആദ്യം പഠിച്ചെടുക്കേണ്ടത് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ, അതല്ലെങ്കിൽ ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്ന ചാപ്റ്റർ. ആ ചാപ്റ്റേഴ്സ് വേണം നമ്മൾ ആദ്യം പഠിച്ചെടുക്കാനും. ഇനി ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചതാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മറ്റുള്ള ചാപ്റ്റേഴ്സിലേക്ക് കിടക്കാം. ഇനി അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഇക്വേഷൻസ് ഒക്കെ വരുന്ന ചാപ്റ്റേഴ്സ് വേണം ആദ്യം പഠിച്ചെടുക്കാൻ. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 മാർക്ക് അതിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലത്തെ ഒരു 2 ചാപ്റ്റർ പഠിച്ചാൽ മതി. നമുക്കൊരു 20 മാർക്ക് നമുക്കതിൽ നിന്ന് ഉറപ്പിക്കാം, അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇക്വേഷൻസ് ഒക്കെ കൂടുതൽ, കാരണം ഒരുപാട് ഫോർമുലാസൊക്കെ ഉള്ള ചാപ്റ്റർ, ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊന്നും ഒരിക്കലും അവസാനത്തേക്ക് വെക്കരുത്. കാരണം ആ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം ഈ ഇക്വേഷൻസൊക്കെ പഠിച്ച് നമുക്ക് എക്സാം എഴുതുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അതിൻ്റെ ഒറ്റ പ്രാക്ടീസും കാര്യങ്ങളും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ ആകെ കൺഫ്യൂഷൻ ആവും. പിന്നെ ഇക്വേഷൻസൊക്കെ മറന്നു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മാത്രമല്ല ഇക്വേഷൻസൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാലും മാത്രമേ നമുക്കത് മനസ്സിൽ നിൽക്കുകയുള്ളൂ. ഇത്തരത്തിൽ വെയിറ്റേജ് കൂടുതലുള്ള ഇക്വേഷൻസും ഫോർമുലാസൊക്കെ അധികമുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും ഒന്ന് പഠിച്ചു തുടങ്ങാം. അപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഫോർമുല ബുക്ക് നിങ്ങൾ കയ്യിൽ കരുതണം. ഇനി ഫോർമുല ബുക്ക് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നോക്കണ്ട. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർമുല ബുക്ക്, ചെറിയൊരു പോക്കറ്റ് ഡയറി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതുപോലത്തെ ഒരു കുഞ്ഞു ബുക്ക് നമ്മൾ ഫോർമുല ബുക്കായിട്ട് കയ്യിൽ കരുതാം. +1 കുട്ടികളാണെങ്കിൽ ഈ സെയിം ബുക്ക് തന്നെ നിങ്ങൾക്ക് +2ലും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബുക്കാണ് നമ്മൾ കരുതേണ്ടത്. മാത്രമല്ല അതെപ്പോഴും നമുക്ക് മറിച്ച് നോക്കാൻ സൗകര്യത്തിൽ നമ്മുടെ ബാഗിലോ നമ്മുടെ പേഴ്സിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു ബുക്കാണെങ്കിൽ അത്രയും ബെസ്റ്റ്. ഇനി ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഈ ഫോർമുല ബുക്കിൽ ഓരോരോ ഫോർമുലാസും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ കയറുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ½ ആൻ അവർ മുന്നേ ആയിട്ട് ഈ ഫോർമുലാസ് എല്ലാം നമ്മൾ വായിച്ച് നോക്കിയിരിക്കണം. ചില കുട്ടികളുണ്ട് എക്സാമിനേഷൻ ഹാളിൽ കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് കാണാം തൊട്ടടിക്കുന്ന കുട്ടി ഏത് ക്വസ്റ്റ്യനാണ് പഠിക്കുന്നത് നോക്കും. അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് പഠിച്ചെടുക്കും. പിന്നെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കുട്ടി വേറൊരു ക്വസ്റ്റ്യനാവും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്നും എന്തൊക്കെയോ പഠിച്ചെടുക്കും.
അവസാനം എക്സാമിനേഷൻ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടാവുകയില്ല. മാത്രമല്ല ഫോർമുലാസ് ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനൊരു അവസ്ഥ വരുത്തി വെക്കരുത്. അന്ന് എക്സാമിനേഷൻ ഹാളിൽ കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എല്ലാ ഫോർമുലാസും നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമുല ബുക്ക് കയ്യിൽ കരുതുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ വരുന്ന ഫോർമുലാസ് നമ്മൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചാപ്റ്റർ, അതായത് ഫുൾ എല്ലാ ചാപ്റ്റേഴ്സും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കവർ ചെയ്യുന്ന പോലെ നമുക്ക് റിവിഷൻ നടത്താൻ പറ്റും. ഇനി ഓരോ ചാപ്റ്ററും നമ്മൾ എങ്ങനെ പഠിക്കണം? എഴുതി പഠിക്കണം. അതായത് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ പരമാവധി എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. വെറുതെ റഫായിട്ട് ഒന്ന് എഴുതി നോക്കുക. 1 മിനിറ്റ്, അതിനു വേണ്ടി അധിക സമയമൊന്നും സ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സമയം സ്പെൻഡ് ചെയ്യേണ്ട. ഒരൊറ്റ മിനിറ്റ് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ള രീതിയിൽ ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് എഴുതി നോക്കിയിട്ട് ആ 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ എവിടെയാണോ നിങ്ങൾ ആൻസർ എഴുതി വെച്ചിട്ടുള്ളത് അതിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ എഴുതിയിട്ടുള്ളതും അതിൻ്റെ കറക്റ്റ് ആൻസറും സെയിം ആണോ അല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൊട്ടത്തര എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ ആ എഴുതിയിട്ടുള്ള ആൻസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഞാൻ ചെയ്ത വഴി തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ചെയ്തെങ്കിലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ മെത്തേഡ് നമ്മൾ ഒരിക്കലും മറക്കില്ല. ആ സെയിം ക്വസ്റ്റ്യൻ എക്സാമിനേഷന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. കാരണം ഇത് തുടങ്ങേണ്ടത് ഇങ്ങനെയല്ല, ഇങ്ങനെ തുടങ്ങിയാൽ ഒരിക്കലും ആൻസറിലേക്ക് എത്തില്ല. കറക്റ്റായിട്ട് തുടങ്ങേണ്ടത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് ഫസ്റ്റിൽ ആ ഇൻട്രൊഡക്ഷൻ നമുക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. പിന്നെ ഓരോ ഫോർമുലാസും ഇക്വേഷൻസും ഒന്നും നിങ്ങൾക്ക് മനസ്സിൽ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് പേജിലോ അതും അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് കാണാവുന്ന വിധത്തിൽ നിങ്ങളുടെ ബോക്സിലോ എങ്ങനെ എവിടെയെങ്കിലും ജസ്റ്റ് കാണുന്ന വിധത്തിൽ ഡെയിലി നമ്മൾ വായിക്കണം. ആ രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇനി വലുതാക്കിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കളർ പെൻസിൽ കൊണ്ടോ അങ്ങനെയൊക്കെ എഴുതിയിട്ട് വെച്ചിട്ട് പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. നമ്മൾ ഡെയിലി ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും, ഇല്ലേ? ഇനി അങ്ങനെ അല്ലെങ്കിൽ അതൊരു 5 ടൈംസോ 10 ടൈംസോ എഴുതി നോക്കിയിട്ടും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓരോ ക്വസ്റ്റ്യനും ഈ ഫോർമുലാസ് ഇക്വേഷൻസും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യനിൽ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇൻ്റഗ്രേഷനിലെ ക്വസ്റ്റ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻ്റഗ്രേഷൻ ഫോർമുലാസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ വരുന്ന ഇക്വേഷൻസ് അപ്പം തന്നെ പഠിച്ച് പോവുക. ഇനി അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടത്. കാരണം നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ആകെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം ടോപ്പിക്സ് മാക്സിമം ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യണം. ആ കവർ ചെയ്യുന്ന ചാപ്റ്റേഴ്സും ടോപ്പിക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതും ആയിരിക്കണം. എന്നാലേ അത് സ്മാർട്ട് വർക്ക് ആവുള്ളൂ. ഇല്ലെങ്കിൽ അത് ചുമ്മാ ഹാർഡ് വർക്കായിട്ട് നമ്മൾ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വെറുതെ വായിച്ച സമയം കളഞ്ഞിട്ട് നമ്മുടെ സമയം അങ്ങോട്ട് പോകും. സോ പഠിക്കുമ്പോൾ ഓരോ സെക്ഷനിലും അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു 2-3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതെന്തായാലും ചെയ്ത് നോക്കുക. അതുപോലെ റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസോ എക്സാമ്പിൾസോ ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഏതെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ എക്സാമ്പിൾസ് എല്ലാം തനിയെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതിയിട്ട് തന്നെ പഠിക്കുക, വായിച്ചിട്ട് പഠിക്കരുത്. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും എക്സാമിനേഷൻ ഹാളിൽ വെച്ച് നിങ്ങൾ സ്റ്റക്കായി പോകും. ഇനി നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടാൻ. യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസേഴ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസേഴ്സ് കിട്ടും. മനസ്സിലാവാത്ത ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം. ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വേറൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ചെയ്യുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് നന്നായി മനസ്സിൽ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആരും ഒന്നും ഇല്ലെങ്കിലും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്യുന്ന പോലെ നിങ്ങളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചെയ്യുക ആ രീതിയിലൊന്ന് ഇമാജിൻ ചെയ്തിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നോക്കുക. ചില കുട്ടികളുണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു കൊടുക്കില്ല. കാരണം അവർ വിചാരിക്കും, അയ്യോ ഞാൻ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് മനസ്സിലാവില്ല, ആ കുട്ടി പഠിക്കില്ലേ, അപ്പോൾ ആ കുട്ടി പഠിച്ചിട്ട് എന്നേക്കാളും നല്ല മാർക്ക് വാങ്ങിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കില്ല. പക്ഷേ അത് ചെയ്തത് ശരിക്കും മണ്ടത്തരാണ്. കാരണം നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രയും ആ ടോപ്പിക് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് നമ്മൾ കൂടുതൽ റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ആ ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തായാലും തങ്ങി നിൽക്കും.
ഇനി ഓരോ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അതിൽ വരുന്ന ഫോർമുലാസൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ആ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി നമ്മൾ ഓരോ സബ്ജക്റ്റ് പഠിക്കാനും ഇത്ര ദിവസം വേണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ദിവസത്തിൽ ഇപ്പോൾ നമ്മൾ 5 ദിവസമാണ് മാത്സിന് എടുത്തത് വെച്ചെങ്കിൽ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മാത്സ് പഠിക്കാതെ ഒരു ദിവസം മാത്സ് പഠിച്ചാൽ പിറ്റേ ദിവസം വേറൊരു സബ്ജക്റ്റ് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഫിസിക്സോ അതോ അല്ലെങ്കിൽ ബയോളജിയോ അങ്ങനെ ഏതെങ്കിലും പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് മാത്സ് എടുത്താൽ മതി. അങ്ങനെ മാത്സ് എടുക്കുമ്പോൾ ആദ്യം പഠിച്ച ചാപ്റ്റർ ഒന്ന് 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് റിവൈസ് ചെയ്തിട്ട്, അതായത് കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ഒന്നും കൂടി റിവിഷൻ നടത്തിയതിന് ശേഷം നെക്സ്റ്റ് ചാപ്റ്റർ പഠിച്ചു തുടങ്ങുക. അതും അല്ലെങ്കിൽ ഉച്ചവരെ ഒരു സബ്ജക്റ്റ്, ഉച്ചയ്ക്ക് ശേഷം വേറൊരു സബ്ജക്റ്റ്, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ മോഡൽ എക്സാമും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏകദേശം കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ആ ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ട് ഒട്ടും പഠിക്കാത്ത ചാപ്റ്റേഴ്സ് വേണം റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചില ചാപ്റ്റേഴ്സ് ചെറിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മാത്രമായിരിക്കും പഠിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലീനിയർ ഇനിക്വാളിറ്റീസ് അല്ലെങ്കിൽ LPP ചാപ്റ്ററിൽ നിന്നൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടത്. ആ ചാപ്റ്റർ മസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മൾ പഠിച്ചിരിക്കുക. കാരണം അതിൽ നിന്ന് ചിലപ്പോൾ 3-4 മാർക്കൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ആ മാർക്ക് നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത്. കാരണം സ്കൂളിൽ മോഡൽ എക്സാമിൻ്റെ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ചിലപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ ആൻസർ എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇനി ഏകദേശം കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിവിഷൻ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ സ്കൂളിൽ ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറോ ഒക്കെ ഒന്നും കൂടി ചെയ്യാനും പഠിക്കാനും ശ്രമിക്കുക. ഇനി പഠിക്കുന്ന സമയത്ത് ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ നിങ്ങൾക്ക് ഗ്യാപ്പ് എടുക്കാം. പക്ഷേ ആ ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും മൊബൈൽ എടുത്ത് നോക്കരുത്. നമ്മളെന്തെങ്കിലും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാനോ ആയിരിക്കും ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു റീൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം പിന്നെ നമ്മളത് സ്ക്രോൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങളെ സമയം ഒരുപാട് നഷ്ടമാവും. നമ്മളറിയില്ല 5 മിനിറ്റ് എന്ന് വിചാരിച്ച് നമ്മൾ നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അരമണിക്കൂർ വരെ നമ്മളത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും മൊബൈൽ എടുക്കരുത്. പകരം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നടക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് ജസ്റ്റ് സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഇരിക്കാം. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ടെക്സ്റ്റ് ബുക്ക് കൂടെ വെച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം എന്നൊന്നുമില്ല. അതിനുള്ള സമയം എന്തായാലും നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു സെക്ഷനിൽ നിന്ന് ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ ചെയ്ത് ശ്രമിക്കാൻ നോക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈൻഡ് ദ nth ടേം ഓഫ് എ GP എന്നാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ കാര്യം ട്രിഗ്നോമെട്രിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ട്രിഗ്നോമെട്രിയിൽ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അതെല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കുക തന്നെ വേണം. മറ്റുള്ള ടോപ്പിക്സിലൊക്കെ ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാണ്ട് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ടൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് റിവിഷൻ നടത്താവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായി സ്മാർട്ടായിട്ട് എനർജറ്റിക്കായിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് പഠിച്ച് ഈ റിവിഷൻ പീരീഡ് കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഫുൾ A+ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇനി മാത്സിൽ ഏതെങ്കിലും ടോപ്പിക്കോ ഏതെങ്കിലും ചാപ്റ്റേഴ്സിലോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ മാത്സ് റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്